കൂട്ടുകാരെ, നമുക്ക് കുറച്ച് ബീഫ് ഫ്രൈ അല്ലെങ്കിൽ ബീഫ് ഉലർത്തിയതൊന്നും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പം ഞാൻ ഒരു 2.5 കിലോ ബീഫ് വാങ്ങിച്ച് നുറുക്കി കഴുകി വെള്ളം തോരാൻ വെച്ചേക്കോട്ടോ. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിനുള്ള സവാള അരിഞ്ഞെടുക്കണം. ഒരു 4 ഇടത്തരം സൈസ് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർക്കുന്നുണ്ട്. ഉലുവ ഒന്ന് മൂത്ത് പൊട്ടുമ്പോഴത്തേക്കും നമുക്ക് ഹോൾ സ്പൈസസ് ആഡ് ചെയ്യാം. കറുവപ്പട്ട, ഏലക്കായ, ഗ്രാമ്പു, ബേ ലീഫ്, പെരിഞ്ചീരകം. അപ്പം അതൊന്ന് മൂത്ത് വരട്ടെ. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചേക്കണ സവാള ഇതിനകത്തേക്ക് ഇടാം. സവാള നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ വഴറ്റുന്ന പോലെ അത്രയും വഴറ്റേണ്ട കാര്യമില്ല. ബീഫ് വേവിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വെന്ത് അലുന്നോളും. സവാള വാടി വന്നാൽ മതി. പെട്ടെന്ന് വാടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് സവാള വാടിക്കോളും. തീ കുറച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സവാള കരിയുള്ളൂ. അപ്പോൾ നമുക്കിതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആദ്യം ചേർക്കണമായിരുന്നു, ഞാൻ ആദ്യം വിട്ടുപോയി. ആ കറിവേപ്പില ഒന്ന് പൊട്ടട്ടെ. കറിവേപ്പില പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് അടുത്ത സാധനം ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തേക്കണം കേട്ടോ. നമ്മളിവിടെ ലോക്കൽ സ്റ്റോറിലൊക്കെ ഇങ്ങനെ ബോട്ടിൽ ചെയ്ത് കിട്ടും. അപ്പോൾ അത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക്ക് ക്രഷ് ചെയ്തേക്കണം ചേർത്ത് കൊടുക്കാം. അതും കൂട്ടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോഴത്തേക്കും സവാളയുടെയും ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം, ഈ ജിഞ്ചർ ഗാർലിക്കിൻ്റെയൊക്കെ ഒരു പച്ചമണമൊക്കെ അങ്ങ് പോവും. ആ പച്ചമണമൊക്കെ ഒന്ന് പോയി ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം തോരാൻ വെച്ചേക്കണ ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പലർക്കും സംശയം തോന്നുന്നുണ്ടാവും, എന്തേ ഇതിനകത്തേക്ക് മസാലയൊന്നും ചേർക്കുന്നില്ലേന്ന്. എല്ലാവരും ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസാലയൊക്കെ കൂട്ടി അതിനകത്തേക്ക് ബീഫ് ചേർത്ത് ഇളക്കി വേവിക്കുകയാണ് പതിവ്. ഇതൊരു വ്യത്യസ്തമായ രീതിയിലുള്ളതാണ്. നിങ്ങൾ എല്ലാവർക്കും ആരാണൊരു ചേഞ്ച് ആഗ്രഹിക്കാത്തത് അല്ലേ? അപ്പോൾ അതുപോലെ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയാണ്. നിങ്ങളത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി സംഭവമാണ്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ശൈലി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് ഓർത്ത് കാണിക്കുന്നത്. ബീഫ് ഇളക്കി കൊടുക്കുക, ഒരു ഇച്ചിരി തീ കൂട്ടി വെക്കാം കേട്ടോ. അപ്പോൾ അന്നേരം ബീഫ് പെട്ടെന്ന് ഒന്ന് വാടി കിട്ടും. വാടി അതിനകത്തുനിന്ന് ആ വെള്ളം ഇറങ്ങും. ആ ഒന്ന് വാടി കിട്ടുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഒരല്പം തീ കൂട്ടി കൊടുത്ത് എന്നിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇനി അതവിടെ ഇരുന്നുകൊണ്ട് ഒന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത പണിയിലേക്ക് പോകാം. നമുക്ക് മസാല ഒന്ന് കൂട്ടാം. അപ്പോൾ മസാലയ്ക്ക് ആവശ്യത്തിനുള്ളതെന്ന് പറയുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3 ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയും എരിവുള്ള മുളകും കൂടെ മിക്സ് ചെയ്തേക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 3 ടീസ്പൂൺ ആക്കിയേക്കുന്നത്. കുറച്ച് ഇറച്ചി മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്, മീറ്റ് മസാല കൂടി ചേർത്തിട്ടുണ്ട്. ഈ മസാലകളെല്ലാം നാട്ടിൽ വറുത്ത് പൊടിച്ചേക്കണം. കാരണം നമ്മൾ വേറെ ഇനി തനിയെ വറക്കേണ്ട കാര്യമില്ല. നേരെ നമുക്ക് മീറ്റിനകത്തേക്ക് ആഡ് ചെയ്യാം. അത് നമുക്ക് ഈ ബീഫിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫിനകത്ത് നിന്ന് ഇപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി കണ്ടോ. നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ആ ബീഫിൽ നിന്ന് ഇറങ്ങുന്ന നീരിനകത്തേക്ക് ഈ മസാല ചേർത്ത് ആ മസാലയ്ക്കകത്ത് കിടന്നാണ് ഇനി ഈ ബീഫ് വേവാൻ പോണേ. നമുക്ക് അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയ്ക്കുള്ള ഉപ്പാണ് നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇറച്ചിക്കുള്ള ആവശ്യത്തിനുള്ള, ബീഫിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി, അതോടൊപ്പം കുറച്ച് ഗരം മസാലയും കൂടിയാണ് കേട്ടോ ഇപ്പോൾ ചേർത്തത്. അതും കൂടി ഒന്ന് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഇതൊരു 20 മിനിറ്റോളം വേവിക്കാം. ഇവിടെ കിട്ടുന്ന ബീഫിന് വേവ് പെട്ടെന്നാവും കേട്ടോ. ഒരു 40 മിനിറ്റും കൊണ്ടൊക്കെ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഒരു ഏകദേശം ഒരു 20-25 മിനിറ്റ് ആയിട്ടുണ്ട്. തീ കുറച്ച് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ നോക്കട്ടെ എന്തായി സംഭവം നോക്കാം. കണ്ടോ, വെള്ളമൊക്കെ പതുക്കെ വലിഞ്ഞു തുടങ്ങി. എൻ്റെ മണം അസാധ്യമായിട്ടുള്ള ഒരു മണം കേട്ടോ. ബീഫ് മസാലയ്ക്കകത്തൊക്കെ കിടന്ന് നല്ല ഒരുവിധം വേവായി തുടങ്ങി. ഇനി പതുക്കെ ഇടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി കൂട്ടിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പോരായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർക്കാം. ഇപ്പോൾ ഉപ്പോ അല്ലെങ്കിൽ എരിവോ എന്തെങ്കിലും ആവശ്യമുള്ളവർക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഞാനൊന്ന് ഇളക്കി കൂട്ടി വെക്കുകയാണ്. ഇപ്പോൾ ഏറെക്കുറെ ബീഫൊന്ന് വെന്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഇപ്പോൾ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒലത്തണ രീതിയിലേക്ക് പോകാം. ഇതവിടെ മാറിയിരിക്കട്ടെ. ഇപ്പോൾ ഒരു ഉരുളി വെച്ച് എണ്ണയൊഴിച്ചു. ഞാൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അതിനകത്ത് കടുക് പൊട്ടിച്ച് ഒരു 5-6 ചുവന്നുള്ളി അരിഞ്ഞതും കുറച്ച് ഇഞ്ചി ചെറുകനെ നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ഇച്ചിരി നിറം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി അങ്ങ് ചേർക്കണ്ട കേട്ടോ. പിന്നെ വേറെ ഒരു സംഭവം കൂടെ ഇതിനകത്ത് ചേർക്കാൻ പോവാണ്. തേങ്ങാക്കൊത്ത് വറുത്ത് വെച്ചത് കേട്ടോ. ഞാനതും റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അതും ഇതിനകത്തേക്ക് ചേർത്ത് അതും കൂടെ ഒന്ന് ഇളക്കി കൂട്ടുക. അതിനകത്തേക്ക് നമ്മുടെ ബീഫ് എടുത്ത് ചേർത്ത് യോജിപ്പിക്കുക.
തീ വളരെ കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം ഇതിനകത്ത് ജലാംശം എന്ന് പറയുന്ന സാധനമില്ല. അതിനകത്ത് നമ്മൾ ആദ്യം ചേർത്ത എണ്ണയുടെ ഒരു അംശം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, അടി പിടിച്ചു പോകും അല്ലെങ്കിൽ. അങ്ങനെ ഇളക്കി യോജിപ്പിച്ച് എരിവ് വേണ്ടവർക്ക് അല്പം കുരുമുളക് പൊടി ഇപ്പോൾ ചേർക്കാം. കുറച്ച് നേരം ചെറുതീയിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്കും കണ്ടോ ബീഫ് നല്ല ഡ്രൈ ആയിട്ട് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറെക്കുറെ എല്ലാം സെറ്റാട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ മതി. നിങ്ങൾ ഇത് വീട്ടിൽ എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കണം കേട്ടോ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി ശ്രമിച്ചു നോക്കണം. അസാധ്യ രുചിയാണ്. ശരിയായ സമയം ഇച്ചിരി മെനക്കേടാണ്, പക്ഷേ അസാധ്യ രുചിയാണ്. പ്രഷർ കുക്കറിൽ ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ ഒത്തിരി മടങ്ങ് രുചിയുള്ളതാണ്. നിങ്ങളിത് വീട്ടിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബൈ.